വിദ്യാർത്ഥികളെ വിഴുങ്ങുന്ന മധുര ലഹരി, കഞ്ചാവ് ചാറ് മിഠായികളുടെ വ്യാപനം കേരളത്തിന് വൻ ഭീഷണി. കേരളത്തിലെ വിദ്യാലയ അന്തരീക്ഷത്തെയും യുവതലമുറയുടെ ഭാവിയെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് മാരകമായ കഞ്ചാവ് ചാറ് മിഠായികൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമാകുന്നു. അടുത്തിടെ കോട്ടയം ജില്ലയിൽ നിന്ന് 14, 15, 16 വയസ്സുകളിലുള്ള 9ഓളം കുട്ടികളെ എക്സൈസ് സംഘം പിടികൂടുകയും ഇവരിൽ നിന്ന് 1 കിലോയോളം കഞ്ചാവ് മിഠായികൾ പിടിച്ചെടുക്കുകയും ചെയ്ത സംഭവം സംസ്ഥാനത്ത് പടരുന്ന ലഹരി ശൃംഖലയുടെ ഞെട്ടിക്കുന്ന ഭീകരതയാണ് വെളിവാക്കുന്നത്. മിഠായി എന്ന വ്യാജേന മധുരവും കയ്പും കലർന്ന രുചിയിലെത്തുന്ന ഈ ലഹരി വസ്തു കുട്ടികളുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ തകർക്കുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്നു. ലഹരി മാഫിയകൾ ഏറ്റവും തന്ത്രപരമായാണ് ലളിതമായ മിഠായികളുടെ രൂപത്തിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നത്. സാധാരണ മിഠായിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തുടക്കത്തിൽ ഉപയോഗിക്കുന്ന കുട്ടികൾ വളരെ വേഗത്തിൽ ഇതിന് അടിമകളായി മാറുന്നു. ഇവ കഴിക്കുന്നതിലൂടെ കേന്ദ്ര നാഡീവ്യൂഹം തകരാറിലാവുകയും തുടർച്ചയായി നിർത്താതെ ചിരിക്കുക, പെരുമാറ്റത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരിക, അകാരണമായ ഭയം അനുഭവപ്പെടുക തുടങ്ങിയ വിചിത്ര ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു. അതിലുപരി ഇവയുടെ സ്ഥിരമായ ഉപയോഗം കുട്ടികളെ കടുത്ത വിഷാദ രോഗത്തിലേക്കും മാനസിക അസ്ഥിരതയിലേക്കും നയിക്കുന്നു എന്നത് അതീവ ഗൗരവകരമായ കാര്യമാണ്. അടുത്തിടെ ഒരു കോളേജ് വിനോദയാത്രയ്ക്കിടെ വിദ്യാർത്ഥി കുഴഞ്ഞു വീണതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഉത്തരേന്ത്യൻ അതിഥി തൊഴിലാളികൾ വഴി വ്യാപിപ്പിച്ച ലഹരി ശൃംഖലയുടെ ചുരുളഴിഞ്ഞത്. അധികൃതരുടെ നിരീക്ഷണ വീഴ്ചയും പ്രതിരോധത്തിലെ പാളിച്ചകളും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ കഞ്ചാവ് ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം ലഭ്യമാകുന്നത് ലഹരി വിരുദ്ധ എക്സൈസ് പോലീസ് നിരീക്ഷണ സംവിധാനങ്ങളുടെ വൻ വീഴ്ചയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിർത്തി കടന്നുള്ള ലഹരിയുടെ അനായാസ വരവ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും അതിഥി തൊഴിലാളികൾ വഴിയും മറ്റ് ശൃംഖലകൾ വഴിയും ലഹരി ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തേക്ക് എത്തുന്നത് തടയാൻ അതിർത്തികളിലെ പരിശോധനകൾക്കോ പോലീസിനോ സാധിക്കുന്നില്ല. വിദ്യാലയ പരിസരങ്ങളിലെ സുരക്ഷാ പാളിച്ച, സ്കൂളുകൾക്ക് സമീപമുള്ള കടകളിലും പരിസരങ്ങളിലും ഇത്തരം ഉൽപ്പന്നങ്ങൾ എത്തുമ്പോഴും പ്രാദേശിക തലത്തിൽ കൃത്യമായ മുൻകരുതലുകളോ മിന്നൽ പരിശോധനകളോ നടക്കുന്നില്ല. ഇന്റലിജൻസ് സംവിധാനത്തിന്റെ മന്ദത. 3 മാസത്തോളം സമയമെടുത്ത് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പിടിയിലായ കേസിൽ കുട്ടികളിലേക്ക് ലഹരി എത്തിയ വിവരം അറിയുന്നത്. തുടക്കത്തിലെ കണ്ടെത്താനുള്ള ഇന്റലിജൻസ് നിരീക്ഷണം ശക്തമല്ലെന്നതിന്റെ തെളിവാണിത്. അടിയന്തരമായി ചെയ്യേണ്ട നടപടികൾ. ഈ മഹാവിപത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ കർശനമായ നിലപാടുകളും തിരുത്തൽ നടപടികളും അത്യാവശ്യമാണ്. പരിശോധന കർശനമാക്കുക. വിദ്യാലയ പരിസരങ്ങളിലെ കടകളിൽ പോലീസും എക്സൈസും തുടർച്ചയായ മിന്നൽ പരിശോധനകൾ നടത്തണം. അതിഥി തൊഴിലാളികളുടെ നിരീക്ഷണം. വിതരണ ശൃംഖലയുടെ പ്രധാന കണ്ണികളാകുന്ന അതിഥി തൊഴിലാളികളെയും അതിർത്തി കവാടങ്ങളെയും കൃത്യമായ നിരീക്ഷണത്തിലാക്കണം. ബോധവൽക്കരണവും കൗൺസിലിംഗും. കുട്ടികളിലുണ്ടാകുന്ന ചെറിയ പെരുമാറ്റങ്ങൾ പോലും മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കുകയും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനവും കൗൺസിലിംഗും ലഭ്യമാക്കുകയും വേണം. ലഹരിക്കെതിരെ കേവലം പ്രചാരണങ്ങളും ബോധവൽക്കരണങ്ങളും മാത്രം പോരാ. അതിനേക്കാൾ ഉപരിയായി ലഹരി കടത്തുന്നവർക്കെതിരെ താക്കീതല്ലാത്ത കർശനമായ നിയമ നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ കേരളത്തിലെ കുരുന്നുകളെ ഈ ലഹരി പൊതികളിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ സാധിക്കൂ.